അതിന് ഇവന്മാരേതാ? ഇനി ഇവന്മാരും വല്ല പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അത് നീ പറഞ്ഞ് ശരിയാണ്. നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഇവന്മാരിൽ വേണം. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഏത് ഓഫീസ്? നിനക്കില്ലാത്ത പലതും എനിക്കുണ്ടടാ. അനു, ഞാൻ എന്ത്? എനിക്കൊന്ന് കുടിക്കണം. ചായ കുടിക്കണം. ഇപ്പൊ തരാം. ഹലോ, പ്രതിമയോ? എന്റെ ഈശ്വര, അച്ഛന്റെ പ്രതിമ കൊണ്ടുവരുന്നു. ഇനി അതും കണ്ടി വരൂ. കുറുപ്പേട്ടൻ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അങ്ങനെ നിന്റെ അച്ഛനും പ്രതിമയായി. കാശ് കൊടുത്ത് മഹാനാവാന്ന് പറഞ്ഞ കട്ടപോറ് പരിപാടിയാണ്. അച്ഛന്റെ കാശ് കൊണ്ടല്ലേ, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എന്നാലും ജീവിതകാലം മുഴുവൻ ഈ മുഖം കാണണ്ടേ? ജീവിതകാലം മുഴുവൻ ഈ മുഖം ഞാനും കാണണ്ടേ? നിന്റെ അച്ഛന്റെ സ്റ്റാച്യു ഞാൻ വിട്ട്. ഒന്ന് മറിക്കും. ഇതെന്താ പ്രതിമ പോലെ? അഭിവാദ്യങ്ങൾ. എന്തുട്ട് ഇവന്മാരെന്തൊക്കെയാണ്? ടീച്ചറെ, കൃഷ്ണേട്ടനാ ഇതിന്റെ ശില്പി. നമസ്കാരം. കുറുപ്പേട്ടൻ പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയാ ഈ പ്രതിമയുടെ പണി ഏൽപ്പിച്ചു. കുറുപ്പേട്ടൻ്റെ വലിയ മനസ്സ്. ഇതിപ്പോ ഇവിടെ ആക്കേണ്ട കാര്യം അപ്പുറത്തെങ്ങനെ വെച്ചാ പോരെ? എടാ, കുടിച്ചു മരിച്ചവർക്കൊരു രക്തസാക്ഷിയായി, കുടിച്ചു മരിക്കാൻ പോകുന്നവർക്കൊരു പ്രകാശമായി കുറുപ്പേട്ടൻ ഇവിടെ വേണം. നിങ്ങളൊക്കെ കൂടി വീട് പിടിച്ച് അമ്പലമാക്കുവോ? നീ എങ്ങനെ വേണേലും കണ്ടോ. എന്നാ പിന്നെ ഒരു ഭണ്ഡാരം കൂടി ഒക്കെ പണിക്ക് പോകാതെ എനിക്കും ജീവിക്കാലോ. ഈ എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറുപ്പേട്ടൻ പൈസയൊക്കെ തന്നിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോൾ കുറച്ച് അധികം ചെലവായി. എത്രയാ? ഒരു 12,000 രൂപ. അത് ഞാൻ തന്നേക്കാം. വളരെ ഉപകാരം. കുറുപ്പ് സാറിന്റെ അക്കൗണ്ടിൽ 3,21,000 രൂപയാണ് ബാലൻസ് എമൗണ്ട് ഉള്ളത്. അത്രേ ഉള്ളൂ? യെസ്, വൈഫാണ് നോമിനി. എപ്പോ വന്നാലും ബാലൻസ് എമൗണ്ട് വിഡ്രോ ചെയ്യാം. ശരി സർ. ഓക്കെ, താങ്ക് യു. ശരി. ഞാൻ മരിച്ചത് നന്നായിടോ. തനിക്ക് എപ്പോഴെങ്കിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ അനുമോൾ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. നീ ഉറങ്ങണല്ലേ? ഗിരീഷേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. അതിന് നീ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? ഇരുന്നല്ലേ പറ്റൂ. ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ? ഞാനങ്ങും പോകുന്നില്ല, താമസം കിടക്ക്. ഒടുക്കത്ത് നീ പോയി അളിയാ. കാശ് ചോദിക്കാൻ മുന്നേ ഒന്ന് നിന്നോലെയുണ്ട്. എന്ത് പറ്റി സാർ? എടോ, ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ? മനുഷ്യൻ പേടിച്ചോയില്ലേ? മോളെ, ഇനി എന്തൊക്കെയാ നിന്റെ അച്ഛൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? എനിക്കറിയില്ല. മാമനൊന്നും പറ്റിയില്ലേ? മാമന്റെ പുക കാണേണ്ടതായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ട മിസ്, ഇതെന്നെ പൂട്ടിയന്റെ ചിരിയാണ്. വന്നേ, വാ. പേടിച്ച സ്ഥിതിക്ക് ഉറക്കത്തിൽ തട്ടിപ്പോട്ടോ ചിലപ്പോ മാമൻ. കളിയാ, എന്നോട് ഇത് വേണ്ടായിരുന്നു. അവര് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ കുറച്ച് ഗ്ലാമർ കൂടിയോ എന്നൊരു സംശയമുണ്ട്. സാധനം മേടിച്ചില്ലേ? ഞാൻ മേടിച്ചില്ല. ഞാൻ നിന്റെ അടുത്ത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞല്ലേ? കുപ്പി മേടിച്ചെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും. ഞാനില്ല. മനസ്താപപ്പെട്ടുള്ള മരണമാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ച വന്നാൽ
സുഹൃതക്ഷയം തന്നെ സംഭവിക്കാം. 16 കഴിഞ്ഞാലും 1 വർഷത്തേക്ക് വഴിപാടുകൾ ചെയ്യണം. അത് ഞാൻ കുറിച്ച് തരാം. അത് ചെയ്യാം. ആ, പിണ്ടകർത്താവ് ആരാണ്? ഗിരീഷ്, മകൻ നക്ഷത്രം. മകനല്ല, മരുമകനാണ്. ആയിക്കോട്ടെ. ഇപ്പൊ പിണ്ടകർത്താവാ? എങ്കിലും മകളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഇപ്പൊ മകന്റെ സ്ഥാനത്താണ്. മദ്യം, മാംസം, സ്ത്രീബന്ധം എല്ലാത്തിൽ നിന്നും ഒഴിവാകണം. 16 വരെ ഇവിടെ തന്നെ ഉണ്ടാവണം. പോകാതിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അളിയൻ തന്നെ ചെയ്തിട്ടാ പോയത്. സെക്യൂരിറ്റി അവരെ ഇറക്കിയിട്ടുണ്ട്, അതും എന്റെ അണ്ടറിൽ. അനങ്ങാൻ പറ്റില്ല, ഫുൾ ലോക്കാ. ഒരു കാര്യം ദേവശോ, വാ. എന്താ ഗിരീഷ് പറ. ഒരു കമ്പനിക്ക് വാ. ഒരു കമ്പനിക്ക് ഞാനില്ല. എന്താ നിന്റെ ഉദ്ദേശം? വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയല്ലേ? ഇതൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങിയല്ലേ? എന്ത് ഊട്ടൊഴിക്കല്? വാ, ഒരു കമ്പനി. വാ, ഒരു കമ്പനിക്ക് ഞാനില്ല. പോയി ഒഴിച്ചിട്ട് വന്നാ മതി. പാടോ വാടോന്നാ മാമിനെയാ? വാ, ഒരു കാര്യം വേണ്ടേ? ഇവിടെ വെച്ച് പറഞ്ഞാ മതി. പാടോ എന്നെ പൊട്ടനാക്കുള്ള പരിപാടിയല്ല. അതിനിവിടെ 5 എണ്ണം അല്ല 50 എണ്ണം വന്നാലും ഞാൻ ഇവിടുന്ന് പോകും. കാണണോ? വേണ്ട. ആ, അപ്പൊ ഈ എല്ലാത്തിനും പൂട്ടിക്കെട്ടി ഇപ്പൊ തന്നെ പടിയായിക്കോ. ഇതിപ്പോ എന്റെ ജോലിയാണ്, എനിക്കത് ചെയ്തേ പറ്റൂ. നടക്കൂല. നടക്കും. ഒരെണ്ണമൊക്കെ തന്നാണ്ടല്ലോ. അനു, നീ കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഈ കോമ്പൗണ്ടിൽ ഇനി ഒരുത്തനും ഉണ്ടാവാൻ പാടില്ല. ഇത് മാത്രം ഞാൻ എന്ത് തെറ്റാണോ ഇത്? ഇത്രയും വയലന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ലേലും ഗിരീഷ് ഏട്ടൻ എന്തിനാ ഇവരൊക്കെ പേടിക്കുന്നേ? അതെ, ഇപ്പൊ തന്നെ എല്ലാവരും ഇവിടുന്ന് പറഞ്ഞു വിടണം. 16 വരെ അവരിവിടെ തന്നെ കാണും. ഉറപ്പാണോ? ഉറപ്പാണ്. അതെ, ഇവൻ വല്ല കുഴപ്പമുണ്ടാക്കൂ. അത് നമ്മൾ ഫേസ് ചെയ്യും. അപ്പോ ഞാനും ഫേസ് ചെയ്യണം അല്ലേ? ഞാൻ സർ ഇവരുടെ ലീഡറാ. ഗിരീഷ് അറിയാം. നിങ്ങൾ എന്നെ പുറത്തേക്ക് വിടില്ല അല്ലേ? അതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി. പോയാലോ? ഞങ്ങളും പുറകെ വരും. കാണാം കാണാം. കാര്യങ്ങളൊക്കെ കൈവിട്ടിരിക്കുക. എന്റെ ഉള്ള പണിയും പോയി. നമ്മുടെ എരിവും പുളിയും. അതെ, ഹോട്ടലിന്റെ കാര്യം. ആ, വലിയ ഡെക്കറേഷനൊന്നുമില്ല. ഞാൻ കാര്യം പറയാം. നമ്മൾ ഹോട്ടലിന് അഡ്വാൻസ് കൊടുക്കുന്നു, നടത്തുന്നു. അത് മതി. പക്ഷെ അതിനു നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താ? നീ എനിക്കൊരു 2 പെക്ക് മേടിച്ചു. മദ്യോ? ആ, ഇണ്ടാ. ദേ ഗിരി, അങ്ങനെ നിന്നെ കള്ളുപിടിപ്പിച്ചോണ്ട് എനിക്ക് നിന്നെ കടയും വേണ്ട, കച്ചവടം വേണ്ട. ഞാൻ എവിടെയെങ്കിലും പോയി പൊറോട്ട അടിച്ചാലും ജീവിച്ചോളാം. എന്റെ കടപ്പാട് നിന്നോടല്ല, മരിച്ചുപോയി കുറിപ്പേട്ടോട് മാത്രം. പോടാ. എടേ, അതെ, ഞാൻ ഇവിടെ തന്നെ കാണും. കുറിപ്പേട്ടന്റെ 16 കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. അതുവരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുടിപ്പിക്കാതിരിക്കാൻ ഞാൻ നോക്കും. നീ ചെല്ല്. എന്തേ? എന്താ? അല്ല, എന്താ പ്രശ്നം? നിങ്ങളാരാ റഫറിയാ? അല്ല, സിറൽ. ആ, ടീച്ചറെ, ഞാനിനി ഈ മുറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. 10-15 ദിവസം അകത്ത് തന്നെ കഴിയേണ്ടതല്ലേ? അപ്പൊ കാറ്റും വെളിച്ചോക്കോളം മുറിയാകുമ്പോൾ സൗകര്യമാണേ. അതിനെന്താ മോനെ, നീ മുറിയെടുത്തോ. അപ്പൊ ടീച്ചർ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ. അത് കുഴപ്പമില്ല, ഞാൻ മാറ്റിത്തരാം. ഗിരീഷ് പീപ്പി, ഗിരീഷേ, ഗിരീഷ് പീപ്പി, ഏയ്, വാതിൽ തുറക്ക്. മോളെ, വേഗം വാ. ഗിരീഷേ, ഗിരി, എന്താണ് എന്നെ പുറത്തിറക്കിയിട്ട് വാതിൽ തുറക്കുന്നില്ല? ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, കതവ് തുറക്ക്. ഗിരീഷേട്ടാ, 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 ഗിരീഷേ, കതവ് തുറക്ക്. ഗിരീഷേട്ടാ, എന്താ എന്താ പ്രശ്നം? ഗിരീഷേട്ട കതവ് തുറക്കുന്നില്ല. ഗിരീഷ്, കഥ ഉറക്കെ, ഇല്ലേ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. ഗിരി, നീ മര്യാദയ്ക്ക് തുറന്നോ, ഇല്ല ചവിട്ടി പൊളിക്കുവേ.
വല്ല കാക്കോസിലും പോയതായിരിക്കും. അവിടെ ബാത്റൂം ഒന്നുമില്ല. അതെന്താ ഇല്ലാത്ത? ഗിരീഷേട്ടാ മറിയുന്നു ഗിരീഷേട്ടാ തുറക്ക്. ഇങ്ങോട്ട് നീക്കി. മാമൻ പറഞ്ഞ അനുസരിക്കില്ലല്ലടാ. എന്തേ? അല്ലേ വേണ്ട, ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കാം, അതാ നല്ലത്. മോളെ വിഷമിക്കണ്ട. ഒരാളെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവനും അയാളെ സഹിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതൊന്നുമില്ല. എപ്പോ വേണ്ടാന്ന് തോന്നുന്നോ അപ്പൊ വേണ്ടാന്ന് വെച്ചേക്കണം, അത്രേ ഉള്ളൂ. അമ്മ വരെ പിരിക്കാൻ വന്നതാ? നീ കൂടുതൽ സംസാരിക്കണ്ട. നിന്റെ ചേട്ടന്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്. മിണ്ടരുത്. മോള് വിഷമിക്കണ്ട. മോളുടെ കൂടെ അമ്മയില്ലേ? അമ്മയോട് നിക്കാൻ പോവാ? എന്തോ? ഒന്നുമില്ല മോളെ, സെക്യൂരിറ്റിക്കാർക്ക് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? അത് നമുക്ക് എന്തേലും ചെയ്യാം. ഗോപി, വിളിച്ചിട്ടൊരു കാര്യമില്ല, ഞാൻ ബാപ്പര. എടാ അതൊന്നും അല്ല, ഇങ്ങോട്ട് വന്നേ. എന്റെ സുനന്ദേച്ചി ആ ഗിരീഷിനെ വിശ്വസിച്ച് ഷാപ്പിലുണ്ടായിരുന്ന പണിയും കളഞ്ഞിപ്പോ തേഞ്ഞിരിക്കുക. നിനക്കൊരു പണി തരാൻ വേണ്ടിട്ടാ. ഇനിയും പണി തരാനോ? ഷോ അതല്ല, പിന്നെ? ജോലി തരാൻ. എന്ത് ജോലി? അല്ല, ഇവിടെ സഹായത്തിനൊന്നും ആരും ഇല്ലല്ലോ. ഇവന്മാർക്കൊക്കെ വച്ചോളമ്മി കൊടുക്കണ്ടേ? ഗിരിയോടുള്ള പ്രതികാരമാവും, ജീവിക്കാനുള്ള കാശും കിട്ടും. പണി പണം. ശരി, ഓക്കെ. അപ്പോ ഇവര് കാശ് കൊടുക്കുമ്പോ ഒരു 10,000 കുറച്ചു കൊടുത്താൽ മതി. ഗിരീഷിന് കൊടുക്കാനുള്ള കാശേ. കാര്യം ഞാൻ കാശ് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനാ. ഇന്ന് വരെ ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ എന്റെ കുറുപ്പേട്ടന് വേണ്ടി ഈ ജോലി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യും. എന്നാ പിന്നെ ഒരു ചാക്ക് മുളക് വാങ്ങിപ്പിച്ചു. എന്തിന്? കറിക്ക് പിന്നെ മുളക് വേണ്ടേ? വേഗാവട്ടെ, അവനെ ചോര തുറക്കും ഞാൻ. 18 ലക്ഷം രൂപ എൻ്റെ മുന്നിൽ ചില കുറിപ്പേട്ടൻ മേശക്കകത്ത് വെച്ചത്. എനിക്ക് ഉറപ്പാ. മോള് കടയിലൊക്കെ നോക്കിയായിരുന്നോ? ഞാൻ അവിടെയൊക്കെ നോക്കി, ഇല്ല. ആർക്കെങ്കിലും കൊടുത്തെന്നുള്ള കേസ് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ കുറിപ്പേട്ട അത്ര കാശ് എങ്ങനെ ചെലവാക്കാനാണ്? ഞാൻ അന്വേഷിക്കാം മോളെ. എങ്കിൽ ഞാൻ പോട്ടെ. ചായ കുടിക്കണല്ലേ? ഇപ്പൊ വേണ്ട. ശരി എന്നാ. റഫിക്കേ, മാസാമാസം കൃത്യമായി ശമ്പളം കിട്ടുന്ന ജോലിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ വേറെ ജോലിക്ക് വെക്കോ. മുളകിട്ട വെണ്ടയ്ക്ക ഇതെന്താ സാധനം? കഴിച്ചു നോക്ക്. പിന്നെ മുളകിട്ട ചേന, അതുപോലെ വെറൈറ്റികൾ പലതും ഉണ്ട്. അങ്ങനെ എൻ്റെ ഭക്ഷണത്തിലൂടെ നിങ്ങൾ എന്നെ തിരിച്ചറിയും. അല്ല, ചേട്ടൻ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കത്തുള്ളൂ? മൂപ്പര് ഞങ്ങളുടെ കൂട്ടത്തില് സായിപ്പ. ആഹാ, മിനറൽ വാട്ടറേ കുടിക്കൂ. ടിഷ്യൂ പേപ്പർ എപ്പോഴും. അത് കൊള്ളാം. ഓ, ഫുഡ് നന്നായിരിക്കുന്നു, നല്ല ടേസ്റ്റ്. സന്തോഷം. ഞാൻ പുതിയൊരു ലേഡീസ് വിങ് സെക്യൂരിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലിസമ്മയായിരിക്കും അതിന്റെ ചീഫ്. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താ മോളെ? ഈ സെക്യൂരിറ്റിക്കാർക്കൊക്കെ എത്ര ബില്ല് വരും? മോള് ചോദിച്ചു നന്നായി. അളിയൻ തന്ന 1 ലക്ഷത്തില് ഇത് നിൽക്കില്ല. ഞാൻ കണക്കൂട്ടി നോക്കിയായിരുന്നു. എങ്ങനെയായാലും സെറ്റിൽ ചെയ്യുമ്പോ ഒരു 1.20 വരും. അപ്പൊ ബാക്കി കാശോ? എനിക്കൊരു കാര്യം നിർബന്ധമാണ്. ഈ കാശും നമ്മുടെ റിലേഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ പോകാൻ നേരത്തെ ആ ബില്ലങ്ങ് തരും. മോളൂസ് എന്താന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്തേക്ക്. ഓക്കെ. മാമനോട് വേറൊന്നും തോന്നരുത് കേട്ടോ. എന്തു തോന്നാൻ? അതെനിക്കും അങ്ങനെ തന്നെയാ. മാമൻ വേറെ, കാശ് വേറെ. അങ്ങനെ തന്നെ വേണം. അപ്പൊ അച്ഛൻ തന്ന 3 ലക്ഷത്തിന് ചെലവായതെടുത്തിട്ട് ബാക്കി കാശ് തന്നാ മതി. ഏത് 3 ലക്ഷം? ആരുടെ കാശ്? ഏതച്ഛൻ? എവിടുത്തെ അച്ഛൻ? മോളത് എന്തൊക്കെയാ പറയുന്നത്? ഇതെവിടുന്ന് കിട്ടി? കിട്ടിയത് എനിക്കാ. ഈ കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന. പക്ഷെ എനിക്ക് കിട്ടിയ വാഷിംഗ് മെഷീൻ്റെ അടുത്തു നിന്ന് അതപ്പോ അതിൻ്റെ അടുത്ത് അനുവിനും കൊടുത്തു. അതെ, പോകും മുമ്പ് ആ കാശ് അമ്മ ഏൽപ്പിച്ചേക്കണേ. എന്നോടൊന്നും തോന്നല്ലേ മാമ. എടാ മുളകിട്ട പരനാറി, നീ ആ കത്ത് എന്നെ ഏൽപ്പിച്ചിരുന്ന ഞാൻ എന്തെങ്കിലും തരില്ലായിരുന്നു. പിന്നെ തിന്നിട്ട് തന്നില്ല, അപ്പോഴാ കത്ത് തന്നു. ചുമ്മാതല്ലടാ നിന്റെ ഹോട്ടലിൽ പൂട്ടിപ്പോയത്. നീ മുടിഞ്ഞു പോവും. ഇതെന്റെ ശാപമാടാ നിനക്ക്. മനുഷ്യ, ഈ തടിയുടെ മുക്കാ ഭാഗം എന്റെ കാശിനായിരിക്കും. ഇത്ര വേവോ? ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ എനിക്ക്, ഗിരീഷേട്ടാ, മാമ. ഏയ്, ഇത് കാശിനൊന്നുമല്ല. ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ. എന്താ പറ്റി? വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഗിരീഷ്, 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 ഞാൻ വരുമ്പോ ഇങ്ങനെ കിടക്കുമായിരുന്നു.
ഗിരീഷ് ബേബി ഗിരീഷേ വെട്ടിയിട്ട വാഴത്തടവല കിടക്കുന്നുണ്ടില്ലേ? ഇവ അടിച്ച പൂക്കുറ്റിയാ മോളെ. അയ്യോ, വ്രതമൊക്കെ പൊളിഞ്ഞല്ലോ അളിയാ. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. ഇവൻ അടിച്ചിട്ടുണ്ട്. അതിന് ഗിരീഷേട്ടൻ എങ്ങും പോയില്ലല്ലോ, പിന്നെ എങ്ങനെ മദ്യം കിട്ടാനാ? അതിന് മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇവിടെ ആളുണ്ടല്ലോ. അതാരാ? നീ തന്നെ. ദേ, ഒരുമാതിരി അനാവശ്യം പറയരുത്. ഈ സാധനത്തിനെ കുടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് താമസം മാറ്റിയവനെ ഞാൻ. ഈ സാധനത്തിനെ കുടിപ്പിക്കാൻ വേണ്ടിയാ നീ ഇങ്ങോട്ട് താമസം മാറിയത്. എന്തിനാ ഗോപി നീ ഇത്? എന്റെ ടീച്ചറെ, എന്നെ 2 ഭാര്യമാർ, എന്നെ 2 മക്കളാണ് സത്യം. ഞാൻ അങ്ങനെ ചെയ്യില്ല, ചെയ്യത്തില്ല, ചെയ്യൂടൂ. സാറേ, അടിച്ച കുപ്പിയെ ഇതിനകത്ത് എവിടെയും തന്നെ കാണും. ചെറുല്ലേ സെർച്ച്. എന്നാ സെർച്ച് ലിറില് സെർച്ച് ചെയ്യട്ടെ. ലിറിലല്ലടാ, സെറിൽ. 2 പോലീസിനെ കൂടെ വിളി, ഒരുമിച്ച് കൊടുത്ത് കണ്ടുപിടിക്കാലോ. ടീച്ചറെ, സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കുപ്പി ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. ഇതെന്റെ ചുമയുടെ മരുന്നാ. 2 കുപ്പി ഉണ്ടായിരുന്നു. അതുണ്ട്. ഇത് ഹൈലി സഡേറ്റീവ് ആണ്. ഒരു ബോട്ടിൽ കഴിച്ചാൽ ബോധം കെട്ട് ഉറങ്ങിപ്പോകും. ഇതൊക്കെ അടിച്ച ഇങ്ങനെയും ഫ്ലാറ്റ് ആവൂ. ഞാൻ തീർത്തൊരു അടിയൊന്നുണ്ടല്ലോ, താനിപ്പോ ഫ്ലാറ്റ് ആവും. ടീച്ചറെ, ഒരു കാര്യമില്ലാതെ ഇയാൾ എന്റെ നെഞ്ചത്ത് കയറിയത് എന്തിനാണെന്നറിയോ? മിണ്ടരുത്, മിണ്ടരുത്. നീ പിടിച്ചോണ്ട് കുളിപ്പിക്കാൻ നോക്ക്. കേറി വല്ലേ. ബഷീറേ, വേഗം വാ, വേഗം വാ. വാ, പിടിക്ക്. തനിക്ക് ഞാൻ തരാം. നിനക്ക് ഞാന്. ബഷീറേ, കുളിപ്പിച്ച് നോക്കാം. ബോധം വരുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അല്ല, കിണറ്റി കൊണ്ടിടും. ടെൻഷൻ അടിക്കണ്ട. ദേഹത്ത് വെള്ളം വീഴുമ്പോ ആളുണരും. ഇതൊക്കെയല്ലേ വിഡ്രോവൽ സിംറ്റംസിന്റെ ഭാഗ. ഈ സമയത്താണ് നമ്മുടെ ഫുൾ കെയർ, സ്നേഹം ഒക്കെ ആൾക്ക് വേണ്ടത്. ആളൊക്കെ ആയിക്കോളും. പിന്നെ ഇവിടെയുള്ള ലിക്വിഡ് ഐറ്റംസ് എല്ലാവർക്കും മാറ്റണം. അതുപോലെ മുറിവുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറ്റിയേക്കണം. എന്തെങ്കിലും അടിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ നാറികളെ. നിന്നെയാന്ന് തോന്നുന്നു. തന്നെയാടും. സമ്മതിക്കില്ല മോനെ ഗിരി. നീ എങ്ങനെ ഉറങ്ങണ്ട. ഓ, വെള്ളം പോയി എടുക്കണോ. ഇനി ശരിയാവും, ശരിയാവും. ഷാക്ക് കിട്ടൂടാ നിനക്കൊക്കെ. അല്ലേ ഇന്നിവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കോട്ടല്ലേ. ചേരപ്പാമ്പ് കൊത്തി ചാവും നീയൊക്കെ. ഇന്നെന്റെ പിറന്നാള്. അനു, നീ എന്റെ പേഴ്സ് കണ്ടോ? എനിക്കറിയില്ല. നീ എടുക്കാതെ അത് എവിടെ പോവാൻ? അല്ല, ഇപ്പൊ എന്തിനാ പേഴ്സ്? എനിക്ക് പല ആവശ്യങ്ങളുണ്ടാവും. അത് നിന്റെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ഞാൻ അറിയാതെ ഒരു കാര്യവും നടക്കില്ല. കളിക്കാതെ എന്റെ പേഴ്സ് എവിടെയാന്ന് പറ. ഞാൻ കണ്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അലമാരിൽ വെച്ചതാ. ഓ, അപ്പൊ ഓർമ്മക്കുറവൊന്നുമില്ല അല്ലേ? ഇല്ല. മോളെ, ഹാപ്പി ബർത്ത്ഡേ. ആഘോഷമൊന്നും ഇല്ലെന്നറിയാം, എങ്കിലും ഒരാഴ്ച മുമ്പ് കുറുപ്പേട്ടൻ ബുക്ക് ചെയ്തതാ. കുറുപ്പേട്ടൻ ഒന്നും മറന്നില്ല. താങ്ക്സ്. ഇത് ടീച്ചറിനുള്ളതാ. ഇനി കത്തുകൾ വല്ലതുണ്ടോ? ഉണ്ട്. കുറിപ്പേട്ടൻ പറഞ്ഞ പോലെ തരാൻ പറ്റുള്ളൂ ടീച്ചറെ. മതി. വ്യാഴാഴ്ച സഞ്ചയനം. അന്ന് 2 ആളും ഉണ്ടാവണം. ശരി. വിളി കഴിഞ്ഞോ? ഇല്ല, ഗോപിയാണ് വിളിക്കുന്നത്. രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ശരി ടീച്ചറെ. മോളെ, എല്ലാവർക്കും മുറിച്ചു കൊടുക്ക്. അനു, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ മറന്നുപോയിടൂ. പക്ഷെ എന്റെ അച്ഛൻ മറന്നില്ല. ഇവളെപ്പോഴാണ് മുളകിട്ട്? ചേട്ടൻ പോയി അന്ന് തന്നെ ഇട്ട്. ഓഹോ. ആ ഗോപിയേട്ട, എടി ലീലെ, ഇതൊക്കെ എങ്ങനെയാടി? ഗോപിയേട്ടനെ മനസ്സിൽ ധ്യാനിച്ച് വാരി വിതറി. എന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടായി. എന്നാ ഓക്കെ. ഇതിലെന്നാടി? ആരാടി ഇവൻ? ഏതാടി ഇവൻ? ഇതെന്റെ ഗുരു ഗോപിയേട്ടൻ, ഇതെന്റെ വിനോദേട്ടൻ. ഇവനല്ലേ നിന്നെ എന്നെ രാത്രി ഫോൺ ചെയ്യണവൻ അല്ലേടി? നിങ്ങൾ പോയ സവാള അരിഞ്ഞു വെച്ചേ. പട്ടണ പണി എന്തെങ്കിലും ചെയ്യും. നീ ഒന്ന് വന്നേ.
ഞാൻ എപ്പോഴാടി രാത്രി നിന്നെ ഫോൺ ചെയ്തേ? നിങ്ങൾ വിളിക്കാത്തോണ്ട് വേറെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇത് വെറും ഷോ. എന്റെ നമ്പർ ഇല്ലേ കയ്യില്? സഞ്ജയനത്തിന് പറഞ്ഞു. അതിനെ വിളിച്ചു. ചെല്ലിയല്ലേ വിനോദേട്ടാ മീൻ കഴിക്കോ? പോയി നേരം മറ്റവനോട് പറടി. കുറിപ്പേട്ട, വ്യാഴാഴ്ച സഞ്ജയനം. ഗിരി ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ട് വേണമെങ്കിലും മറിയും. ആരും അറിയാം ആ കാശ് ആർക്കാ കൊണ്ടു കൊടുത്തത്. ടീച്ചറെ, ആ തുണിക്കട ഇനി എന്തായാലും തുടങ്ങാൻ സാധ്യതയില്ല. ആ കടമുറി രണ്ടും എനിക്ക് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ശരിയാണ്, കടയൊക്കെ ഇനി ആര് നോക്കിയെടുത്താനാണ്? നമുക്കതങ്ങ് കൊടുത്തേക്കാം. അധികം കാശുണ്ടായിട്ടൊന്നുമല്ല. KSF-ൽ ഒരു ചിട്ടിയുണ്ട്. പിന്നെ ചേട്ടനും കുറച്ച് സഹായിക്കാന്ന് പറഞ്ഞു. അത് ഇവളുടെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇവളുടെ പേരിലൊരു കട. എന്ത് കട? കൊടുത്ത് കാശാക്കാൻ നോക്ക്. ഹരിയേട്ടാ, തൽക്കാലം അത് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഇനി എന്തെങ്കിലും കൊടുക്കാൻ കൊടുക്കില്ല. അവക്ക് എന്തൊരു അഹങ്കാരടാ. എന്താ അവിടെ ഒരു ഹുങ്ക്? ഞാൻ ചെയ്യാനാ, എനിക്ക് സമ്മതാ. ആ, നീ സമ്മതിച്ചിട്ട് എന്ത് കാര്യം? നിനക്ക് ഇവിടെ എന്താ വേല? അച്ചി വീട്ടിൽ പൊറുക്കൽ. എടാ, അവര് നിന്നെ തടഞ്ഞു വെച്ചിരിക്കുക. കണ്ടില്ലേ സെക്യൂരിറ്റിക്കാർ കറങ്ങി നടക്കണം? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ നിന്നെപ്പറ്റി എനിക്ക് ചിന്തയുണ്ട്. എടാ, ഒരാളെ തടഞ്ഞു വെക്കാൻ ആർക്കും അവകാശമില്ല. പോലീസിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അവര് വന്ന് വേണ്ട ചെയ്തോളൂ. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും കർമ്മം കഴിയുന്നവരെ പിടിച്ചേക്കാൻ ഞാൻ എങ്ങനെയും ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുമോന്നറിയില്ല. രാത്രി കഴിഞ്ഞ് ഉറക്കൂല്ലെന്നേ, ഒരു തരം മന്നതയാ. നിനക്കൊരു പെഗ് അടിക്കണോ? അതടിച്ചാൽ എല്ലാം ഓക്കെ ആവും. കിട്ടോ? രാത്രി ഞാൻ വീടിന്റെ പുറകിലെത്തിക്കാം. മിസ് കോള് തരാം. നീ ഒരു ഫുള്ള് മേടിച്ചോളൂ, പൈസ ഞാൻ തരാം. എടാ, അതെ, കുറുപ്പേട്ടന്റെ കത്തൊക്കെ ഇപ്പോഴും വരാറുണ്ടോ? ഇനി എന്തൊക്കെ വരാണ്ടെന്നാണ് ജോയി പറഞ്ഞത്. അതൊക്കെ ഇനി എന്ത് എണിയാണാവോ? നീ പോയിട്ട് വാ.